ബാലഭാസ്കറിനെ കേരള മജീഷ്യൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഈ ട്രാക്കിലൂടെയാണ്. ബാലുവാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് സ്റ്റാർ ജാമിൽ. ഹായ് മാൻ. ഈ ഈണം വായിച്ചിട്ടാണ് ബാലഭാസ്കർ കത്തിക്കേറിയത്. ഞാൻ ഇത് ആലോചിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. അതായത് ഇളയരാജ സാറിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പോസിഷൻസ് ആണിത്. ഭയങ്കര അന്നത്തെ പരീക്ഷണം എന്ന് പറയാവുന്ന ആ ബേസ് ലൈനും ഒക്കെ ചേർത്തിട്ട് കുറച്ച് ഭയങ്കര ഒരു ഫങ്ക് ഫീലൊക്കെ ഉള്ള ഭയങ്കര രസമുള്ള ഒരു പാട്ട്. എങ്ങനെയത് എന്റെ തലയിൽ വന്ന് വീണുള്ള അവസ്ഥയാണ്. ഇപ്പൊ ബാലഭാസ്കർ വായിച്ച ബാലഭാസ്കറിന്റെ തുമ്പി ബാബി ഇളയരാജയെ കുറിച്ച് പറഞ്ഞതിനേക്കാളും കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയും. I would ask you, എന്തുകൊണ്ട് ബാലു ഈ ട്രാക്ക് സെലക്ട് ചെയ്തു? അയ്യോ, എനിക്ക് ഹൺഡ്രഡ്സ് ഓഫ് ട്രാക്ക് ഉണ്ടായിരുന്നു, ബട്ട് ഇത് ഞാൻ പറഞ്ഞത് കത്തിക്കേറി ആൾക്കാരുടെ നെഞ്ച് കുത്തിക്കേറി. Why? How come? ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തൊരു പാട്ടാണത്. പിന്നെ ഇളയരാജ എന്ന് പറഞ്ഞാൽ ഞാൻ ഭ്രാന്തനാണ്. ഫ്യൂസ് ചെയ്യാൻ നല്ല രസമുള്ള ഒരു പാട്ടാണെന്ന് തോന്നി. ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ആ പാട്ട്. അത് വയലിനിൽ കൂടെ വിടുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു വെരി മച്ച്. കേരളം മുഴുവൻ ബാലുവിനെ കണ്ടിട്ടുണ്ട്. ബട്ട് ഞാൻ ചോദിക്കാൻ പോണേ, സാധാരണ പിന്നെ നമ്മൾ ചോദിക്കും ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, ആരൊക്കെ ബാലുവിനെ കണ്ടിട്ടുണ്ട്? വലിയ വലിയ ആൾക്കാരില്ലേ? അത് കൊള്ളാം. ബട്ട് ബാലു വയലിൻ വായിക്കുമ്പോൾ ആരൊക്കെ കണ്ടിട്ടുണ്ട്? സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അയ്യോ വലിയ അങ്ങനെ കണ്ട ആൾക്കാരിൽ കണ്ട് അത്ഭുതപ്പെട്ട് ഞാൻ വായിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് എ ആർ റഹ്മാൻ ബാലുവിനെ കണ്ടിട്ടുണ്ട്. മീൻസ് ദാറ്റ് വാസ് എ ഭയങ്കര എക്സ്പീരിയൻസ്. ലൈക്ക് ഞാനാണ് പുള്ളിക്ക് വെൽക്കം സ്പീച്ച് ഒക്കെ നടത്തിയത് അന്ന്. സംസാരിച്ചു തുടങ്ങിയിട്ട് വാക്കുകളൊന്നും വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ, സോ ഐ കനോട്ട് ടോക്ക് ലൈക്ക് ദിസ്. എനിക്ക് ഒരുപാട് വാക്കുകളൊന്നും വരുന്നില്ല. കൻ ഐ ജസ്റ്റ് പ്ലേ മൈ വയലിൻ ആൻഡ് ഗിവ് എ ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വായിച്ചു കുറേ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കണക്ട് ചെയ്തൊക്കെ വായിച്ചു. അപ്പോൾ അത് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ ഐ വോണ്ട് മീറ്റ് യു, കം ടു മൈ ഹോട്ടൽ റൂം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ഭയങ്കര എയറിലായി ശരിക്കും, ഹെവൻ എന്നൊക്കെ പറയില്ല. അയ്യോ, എന്നിട്ട് എന്താ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു, സംസാരിച്ചു. ഒരു അരമണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ വായന കേട്ടിട്ട് എന്നെ റൂമിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അൾട്ടിമേറ്റ് ആണ്. ദാറ്റ്സ് എനഫ് ഫോർ മീ. കണക്കിന് ഫണ്ട് റൗണ്ടിലേക്ക് പോവാണ്. എന്റെ കൂടെ ഉണ്ട് വയലിനിസ്റ്റ് മിസ്റ്റർ ബാലഭാസ്കർ ഹിയർ. വെൽക്കം ബാക്ക് ടു മൈ ഷോ. താങ്ക് യു മാൻ. So 10 questions. Okay. Say true or false. ശരി. Question number 1. എന്റെ വയലിന് ജീവനുണ്ട്. True or false? ട്രൂ. ഒറ്റയ്ക്ക് വെച്ചിട്ട് പോകാനൊക്കെ ഭയങ്കര സങ്കടമാണ്. എനിക്ക് വയലിൻ വെയിലത്തിരിക്കുന്നത് അല്ലെങ്കിൽ വണ്ടിക്കകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് എൻ്റെ കൂടെ റൂമിൽ വേണം എപ്പോഴും. വയലിൻ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ വയലിൻ എന്നോട് എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ? ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് സംസാരിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി. എൻ്റെ വയലിൻ സംസാരിക്കാറുണ്ട്. തീർച്ചയായിട്ടും ട്രൂ. എൻ്റെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസും എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കും ഒക്കെ ഉള്ള ഉത്തരങ്ങളാണ് ഞാൻ ഒരുപക്ഷെ എനിക്ക് വായിക്കുമ്പോൾ കിട്ടുക. ലൈക്ക് എങ്കിൽ ഞാൻ വൺ ഫൈനൽ ക്വസ്റ്റ്യൻ, ഒരു പക്ഷേ ആരും ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ബാലഭാസ്കറിന്റെ ചോദിക്കാണ്. വയലൻ ആണോ പെണ്ണോ? പെണ്ണ്. അതല്ലേ ഞങ്ങൾ പേരാവുന്നത്. ആൾക്കാർ കാണുന്നത് ഞാനാണ് വയലിൻ പെണ്ണു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ എന്നെ ഹോമോസെക്ഷൽ എന്ന് പറയരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം വയലിൻ എപ്പോഴും ഒരു മാൻലി ഇൻസ്ട്രുമെൻ്റ് ആണ്. എൻ്റെ തോട്ട്സ് ആണ് എനിക്ക് കൂടെ വരുന്നത്. അല്ലേ, എൻ്റെ ഫ്രണ്ടാണ് എപ്പോഴും, എൻ്റെ കമ്പാനിയനാണ് ആൾ. ഐ ഷെയർ വിത്ത് ഹിം. എനിക്ക് എൻ്റെ വൈബ് ഷെയർ ചെയ്യണം. ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വായിക്കണം. എനിക്ക് അങ്ങനത്തെ ടോൺസ് വേണം. മാൻലി ടോൺ ആയിരിക്കണം. നല്ല ബേസും നല്ല ഡിസ്ട്രോഷൻ അങ്ങനത്തെ ടോൺസ് ഒക്കെ വേണം. അല്ലാണ്ട് എനിക്ക് ഫെമിനൈനായിട്ട് വായിച്ച് പോകാനൊന്നും ഇഷ്ടമൊന്നുമില്ല. എൻ്റെ വയലിനാണ്. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഫെമിനൈൻ ആയിട്ടുള്ള വയലൻസ് കാണാനും ഇഷ്ടമല്ല. എനിക്ക് മാൻലി ആയിട്ടുള്ള കളേഴ്സ്, ആറ്റിറ്റ്യൂഡ് വേണം. മസിലിനും കുഴപ്പമില്ല, ലീനർ, നല്ല ടൈറ്റ് ഡൂഡായിരിക്കണം. കേരളത്തിൽ എന്നെ തോൽപ്പിക്കാൻ വയലിനിൽ ആരുമില്ല. False. Hi, this is Balabhaskar with Chan on Star Jam. Turn cutting the fun. Hi, this is Balabhaskar on Club FM with Chan Star Jam.
വയലിൻ വായിക്കുന്ന ബാലു വയലന്റ് ആകുന്നത് എപ്പോൾ? വയലിനെ അല്ലെങ്കിൽ മ്യൂസിക്കിനെ റെസ്പെക്ട് ചെയ്യാത്ത അവസ്ഥ ഭയങ്കര ദേഷ്യമാണ്. ലൈക്ക് ഹൂ, ഹൗ ആൻഡ് വേർ? ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ചില സ്റ്റേജിൽ സംഭവിക്കാറുണ്ട്. ലൈക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ, അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലിരുന്ന് മൊബൈൽ ഫോണിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുക. പിന്നെ ശീലമായി. പിന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടോ? ഓ യാ, നിർത്തിയിട്ടുണ്ട്. ഒരു ഫംഗ്ഷന് പോയിട്ട് ഒരു 15 പയ്യന്മാർ മാത്രം ഫ്രണ്ടിൽ നിന്നിട്ട് ഭയങ്കര ബഹളം വയ്ക്കലും കൂലും ആരും സ്റ്റേജിൽ കയറാൻ സംഭവിക്കില്ല. ഞങ്ങൾ കുറേ പേരുണ്ട്. ഞങ്ങളുണ്ട്, ജാസി ഉണ്ട്, പിന്നെ ടിനി ടോമില്ലേ അവരുണ്ട്. അപ്പോൾ ആരുടെ പെർഫോമൻസിന് കയറാൻ സംഭവിക്കില്ല. ചുമ്മാ കൂവലാണ്, കൂവലോട് കൂവൽ. അപ്പോൾ അങ്ങനെ ഭയങ്കര ദേഷ്യം വന്ന് ഞാൻ സ്റ്റേജിൽ കാർക്കിച്ച് തുപ്പിയിട്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. I can't stand it. എനിക്ക് അതൊക്കെ ഭയങ്കര ദേഷ്യമാണ്. ബട്ട് ഒരു മ്യൂസീഷ്യനായിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ തുപ്പിയത് അവരുടെ മുഖത്താണ് തന്നെ. എന്നുവെച്ചാൽ അവർക്ക് ഇത്രയും ചെയ്യാൻ നമുക്ക് തിരിച്ചു ചെയ്യണ്ടേ? ഇതുപോലെ എന്നെക്കാളും വലിയ അഹങ്കാരിയൊന്നും വേണ്ട ആൾക്കാർ. ഞാൻ വയലിൻ വായിക്കും, പുസ്തകം വായിക്കും, വളരെ കുറവ്. ഇല്ല. പത്രം വായിക്കും? പത്രം വായിക്കും, സംശയമില്ലാത്ത. ബാലു വയലിൻ വായിക്കും. ബാലു വായ നോക്കും. പിന്നെന്താ? എന്തിന്? കാരണം ബാലുവിനെയല്ലേ എല്ലാവരും വായ നോക്കുന്നത്. പിന്നെ മാഗ്നറ്റിന്റെ അടുത്തേക്കാണ് ഇരുമ്പിന്റെ അടുത്തേക്ക് മാഗ്നറ്റ് പോവാറില്ല ബാലു. വായ നോക്കും. പക്ഷെ എനിക്ക് ആരും ശല്യപ്പെടുത്താൻ ഇഷ്ടമല്ല കേട്ടോ. ഐ തിങ്ക് ഇറ്റ് ഹാപ്പൻസ് വിത്ത് എവ്രിബഡി, ബട്ട് ആരും സമ്മതിക്കില്ല. Hi, this is Bala Bhaskar with Chan on Star Jam. Turn cutting the fun. You are under arrest റൗണ്ടിലേക്ക് പോവാണ്. എന്താണാവോ ഇത്രയും നേരത്തെ ഞാൻ അറസ്റ്റ് തന്നെയാ. ഞാൻ ബാലഭാസ്കറിന്റെ സാഹിബിന്റെ ഭാഷ പറയുകയാണെങ്കിൽ I'm gonna screw you. ശരി. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. മലയാളിയുടെ ആസ്വാദന തലം വെച്ച് നോക്കുകയാണെങ്കിൽ ബാലഭാസ്കർ സിനിമാ പാട്ട് വായിക്കുമ്പോൾ മാത്രമാണ് കയ്യടി കൂടുതൽ കിട്ടുന്നത്. Is that true? True. Does it affect you? Definitely affects me. ശരിക്കും സങ്കടം വരാറുണ്ട്. ലൈക്ക് ഞാൻ സിനിമ പാട്ട് വായിക്കുന്നത് സിനിമ പാട്ട് മോശം എന്നുള്ളതുകൊണ്ടല്ല, എനിക്ക് സങ്കടം വരുന്നത് അതുകൊണ്ടല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു തലത്തിലെ കുറിച്ച് ചിന്തിക്കാൻ ഭൂരിപക്ഷം ആൾക്കാരും തയ്യാറാവണില്ല പല സമയത്ത്. പക്ഷെ എന്നാൽ കോളേജിൽ നിന്നൊക്കെ ഒരുപാട് മാറി തുടങ്ങിയിരുന്നു. കോളേജസൊക്കെ ഒരുപാട് ആൾക്കാർ ഫ്യൂഷൻ എന്താണെന്നും വേറെ ജോണേഴ്സ് ഓഫ് മ്യൂസിക് കേൾക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട്. ഇപ്പോൾ പോലും ഒരു 70% ഫിലിം സോങ്സിന് പുറകെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്, നോ ഡൗട്ട്. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ബാലഭാസ്കർ ഒരു കമേഴ്ഷ്യൽ വയലിനിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ക്ലാസിക്കൽ വയലിനിസ്റ്റും ഭാവി. കമേഴ്ഷ്യൽ ഡെഫിനറ്റ്ലി ആം കമേഴ്ഷ്യൽ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് ഒഴിവാകുന്നത്. ഐ വോണ്ട് ബി ചൂസി. ഐ ആം ബീങ് ചൂസി. ബട്ട് നാളെയും പറയാണ് പബ്ലിക്, ബാലഭാസ്കർ സിനിമ പാട്ട് വായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാം. ഇല്ല, കേൾക്കണ്ടെന്ന് പറയാം, അത്രേ ഉള്ളൂ. നാളെ എന്നൊരവസ്ഥ വന്നു. അതായത് ഞാൻ ഇപ്പോഴത്തെ എൻ്റെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം എപ്പോഴും എൻ്റെ മാത്രം സോങ്സ് ചെയ്യുക, വലിയൊക്കെ ഷോസ് നടക്കുന്ന റോക്ക് സ്റ്റാർസ് ഒക്കെ നടത്തുന്ന മാതിരി അവരുടെ സോങ്സ് ചെയ്യുക, പോവുക. അല്ലെങ്കിൽ യാനിയുടെ ഒക്കെ ഷോ ഇല്ലേ, അതുമാതിരി അങ്ങനെ ചെയ്താൽ മതി. നൗ ഐ ആം കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു യാത്രയിലാണ്. ദാറ്റ്സ് മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വന്തം സോങ്സ് മാത്രം ചെയ്യുക, സ്വന്തം ഷോ നടത്തുക, ലൈക്ക് യാനി. മലയാള സിനിമയിൽ ബാലു എവിടെ എത്തി ആ കാര്യം നോക്കുകയാണെങ്കിൽ? ഒരിടത്തും എത്തിയില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തിയിട്ട് പോയ അല്ലെങ്കിൽ നിർത്തേണ്ടി വന്ന ഒരാളാണ് ഞാൻ. നിർത്തേണ്ടി വന്നെന്ന് വെച്ചാൽ somebody blocked you? കൈൻഡ് ഓഫ്. ഞാൻ ആദ്യകാലത്തിലൊക്കെ ഇതിനേക്കാളും വഴക്കുണ്ടാക്കുന്ന ആളായിരുന്നു. ഈ ഡെഡിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ മ്യൂസിക്കിനെ ഇൻസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ വിലയില്ലാതെ കാണുന്ന ആൾക്കാരെ, നോൺസെൻസ് ചെയ്യുന്ന ആൾക്കാർ, സംസാരിക്കുന്ന ആൾക്കാരെ കാണുന്ന എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. സോ അങ്ങനെ കുറേ ആൾക്കാരുമായിട്ട് എനിക്ക് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ അവരുമായിട്ട് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു. സോ ഐ വാണ്ടഡ് ടു. You are a thrown out musician, അങ്ങനെയാണോ? Thrown out എന്ന് പറയാൻ പറ്റില്ല. ലക്കിലി ഐ വാസ് നോട്ട് ഇൻവൈറ്റഡ് ആയിരുന്നു. ലക്കിലി, ബിക്കോസ് അതുകൊണ്ടാണല്ലോ എൻ്റെതായിട്ടുള്ള ജോണർ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയത്. ബാലഭാസ്കർ when you were 17 ആദ്യത്തെ സിനിമയ്ക്ക് കമ്പോസ് ചെയ്തു. പിന്നീട് ഇത്രയും കാലമായിട്ട് ഒരു സിനിമയ്ക്ക് പോലും കമ്പോസ് ചെയ്തില്ല. അല്ല, അതിനുശേഷം ഞാൻ 2-3 ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2-3 ഫിലിംസിലും ഞാൻ കണ്ടത് തട്ടിക്കൂട്ട് സിനിമാക്കാരായിരുന്നു. അതിനുശേഷം എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും ഐ വാസ് കൈൻഡ് ഓഫ് കില്ലിങ് മൈസെൽഫ് എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി. ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു, അല്ലെങ്കിൽ ഞാൻ കാണുന്ന പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡെഡിക്കേഷനോ അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും കണ്ടിട്ടില്ല. Nobody was kind of serious about whatever they are doing. At the same time ഞാൻ ചോദിക്കട്ടെ, are you that brilliant a musician? No, maybe ആയിരിക്കില്ല, അതും പറയാം. അതിനകത്തൊരു പരാതിയും 1% അല്ലെങ്കിൽ 0.5% പോലും പരാതി എനിക്ക് സങ്കടമോ വിഷമമോ ഒന്നുമില്ല. കാരണം ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അവരുടെ ഡ്യൂട്ടിയാണ് എന്നെ പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളതെന്ന്. അല്ല, അവരുടെ ഡ്യൂട്ടി അവരുടെ സിനിമ ചെയ്യുന്നുള്ളതാണ്. അല്ല, അതിനകത്ത് ബാലഭാസ്കറിന് നന്നാക്കാമെന്നോ ബാലഭാസ്കറിന് ചാൻസ് കൊടുത്ത് അയാൾ നന്നാക്കണമെന്നോ. But you missed a chance അല്ലേ? കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂട്ടത്തിലൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് ബാലഭാസ്കർ നിൽക്കുന്നതിനേക്കാളും ബാലഭാസ്കർ അലോൺ സ്റ്റാൻഡിങ് ഫോർ വയലിൻ അല്ലെങ്കിൽ ഫോർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാണ് എനിക്ക് സന്തോഷം കൂടുതൽ. എന്റെ കൂടെ ഇന്നുണ്ട് ബാലഭാസ്കർ. This is ബാലഭാസ്കർ saying hi to you on Star Jam. Tan കണക്കിന് fun.